കൊട്ടിക്കലാശം കൊഴുപ്പിച്ചാൽ വോട്ട് കൂടുമോ? ഇതാണ് അതിനുള്ള ഉത്തരം. എന്നാൽ കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടപ്പുള്ള ഒരു താരിപ്പാണ് കൊട്ടിക്കലാശം. മണ്ഡലത്തിലൂടെയുള്ള ഓട്ടപ്രദക്ഷിണം നടത്തി ഉച്ചതിരിയുമ്പോൾ മണ്ഡലത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ജംഗ്ഷനിൽ എത്തിച്ചേർന്നാണ് കൊട്ടിക്കലാശം എന്ന കോലാഹല കച്ചേരി നടത്തുന്നത്. മുന്നണി ഭേദമന്യേ ശുദ്ധ തന്തയില്ലായ്മയാണ് പൊതുനിരത്തിൽ ജനങ്ങൾക്ക് മാർഗതടസ്സവും ശബ്ദകോലാഹലവും ഉണ്ടാക്കി ഇവറ്റകൾ നടത്തുന്നത്. ഇതിനായി ഓരോ മുന്നണികളും കോടികളാണ് പൊട്ടിക്കുന്നത്. കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ലെന്നുറപ്പുള്ള മോന്മാരുടെയൊക്കെ കുത്തിമറിച്ചിൽ കാണണമെങ്കിൽ ഇന്ന് ഉച്ചതിരിഞ്ഞ് ഒന്ന് റോഡിലിറങ്ങണം. ഏറ്റവും ആളെ കൂട്ടി കാശ് പൊടിച്ച് കുന്തളിപ്പ് നടത്തുന്നവർക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നാണ് ഇവറ്റകൾ ഇപ്പോഴും കരുതുന്നത്. എന്നാൽ 100% ജനങ്ങളും തങ്ങളുടെ വോട്ട് ആർക്കാണ് എന്നത് ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ കലാശക്കൊട്ടും കുത്തിമറിച്ചിൽ കണ്ടാലും അതിന് യാതൊരു മാറ്റവും ഉണ്ടാകില്ല. ഏറ്റവും വലിയ തീവട്ടികളായിരിക്കും ഏറ്റവും കാശ് പൊട്ടിച്ച് ആർഭാടത്തോടെ കലാശക്കൊട്ട് നടത്തുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാശിറക്കി കലാശക്കൊട്ട് നടത്തുന്നത് BJPയും ഇടതുപക്ഷവും ആയിരിക്കും. അക്കൗണ്ട് ഫ്രീസ് ചെയ്തേ എന്ന് കരയുന്ന കോൺഗ്രസ്സുകാരും ഇക്കാര്യത്തിൽ ഒട്ടും മോശമല്ല. ഓർക്കുക, ഈ പൊടിപിടിക്കുന്ന പണമെല്ലാം ഇവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. ഈ നാമത്തിൽ ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ, മാഫിയകളുടെ, മയക്കുമരുന്ന് കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും, എന്തിന് സാധാരണ ജനങ്ങളുടെ കയ്യിൽ നിന്നും വരെ പിരിച്ച കാശാണ് ഇതെല്ലാം. സംഭാവന കൊടുക്കുന്ന സാധാരണക്കാരന് മാത്രമേ ഈ കച്ചവടത്തിൽ നഷ്ടമുണ്ടാകുന്നുള്ളൂ. ലക്ഷങ്ങളോ കോടികളോ ഇറക്കുന്ന മാഫിയകൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കാം എന്ന ധാരണയിലാണ് ഈ ഫണ്ടെല്ലാം കൊടുക്കുന്നത്. കാര്യം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ കിഴക്കമ്പലത്തെ ഒരു ജട്ടിക്കച്ചവടക്കാരൻ കാണിച്ചതുപോലെ ഞാൻ ഇത്ര കൊടുത്തിട്ടുണ്ടേ എന്ന് വിളിച്ചു പറയും. അല്ലെങ്കിൽ ബിരിയാണി കൊടുത്തും കിറ്റ് കൊടുത്തും ഒരു ഈർക്കിലി പാർട്ടി ഉണ്ടാക്കി മിനക്കേടുണ്ടാക്കും. ഇവിടുത്തെ ഒരു സാധാരണ പൗരന് വിലയുള്ള ഏക ദിവസം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് ദിനമാണ്. അന്ന് ചുമ്മാ ഒന്ന് വഴിയിലിറങ്ങി നിന്നാൽ അന്ന് വരെ ചിരിക്കാത്തവന്മാരും മുഖത്ത് നോക്കാത്തവന്മാരും മുഖത്ത് നോക്കി വെളുക്കച്ചിരിക്കുന്നത് നമുക്ക് കാണാം. പതിവില്ലാതെ ഭക്ഷണം കഴിച്ചോ, കൊണ്ടവിടണോ, നടക്കാൻ പറ്റത്തില്ലെങ്കിൽ എടുക്കണോ എന്ന് വരെ ചോദിക്കും. ഈ സ്നേഹപ്രകടനങ്ങൾ തിരഞ്ഞെടുപ്പ് ദിനത്തിൽ വൈകിട്ട് 6 മണി വരെ മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ്. പിന്നെ അടുത്ത 5 കൊല്ലം കഴിഞ്ഞ് മറ്റൊരു തിരഞ്ഞെടുപ്പ് ദിനം വരണം ഈ പ്രതിഭാസം വീണ്ടും കാണുവാൻ. മനുഷ്യർ പൊതുവെ അരണയുടെ ബുദ്ധിയുള്ളവരായതിനാലും 8 മണിക്കൂറിലധികം ഒരു കാര്യവും കാര്യമായി മനസ്സിൽ തങ്ങിയിരിക്കത്തില്ല എന്നതിനാലും ഇതെല്ലാം മറക്കുന്നു. വീണ്ടും ഇവയെല്ലാം ആവർത്തിക്കപ്പെടുന്നു. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ച ചെയ്യേണ്ടിയിരുന്ന, ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ കാര്യമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കർഷകരുടെ ദുരവസ്ഥ, അവരുടെ പെരുകുന്ന ആത്മഹത്യകൾ, ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്ത അവസ്ഥ, ക്ഷേമ പെൻഷൻ മുടക്കം, സൗജന്യ ഇൻഷുറൻസ് പദ്ധതികൾ നിന്നുപോയത്, പൊള്ളുന്ന വിലക്കയറ്റം, വർദ്ധിക്കുന്ന ആത്മഹത്യകൾ, കടബാധിത, മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും അമിത ഉപയോഗം, സഹകരണ മേഖലയിലെ തീവട്ടിക്കൊള്ള, അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പേരിൽ വർദ്ധിക്കുന്ന കൊലപാതകങ്ങളും മരണങ്ങളും, വർദ്ധിക്കുന്ന അഴിമതി, സ്വജനപക്ഷപാതം, PSCയെ നോക്കുകുത്തിയാക്കി പിൻവാതിൽ നിയമനം, ആരോഗ്യമേഖലയിലെ തീവട്ടിക്കൊള്ള, തകർന്നടിഞ്ഞ വിദ്യാഭ്യാസ മേഖല, ചെറുപ്പക്കാർ നാടുവിട്ടു പോകുന്ന അവസ്ഥ, വർദ്ധിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആക്രമണങ്ങൾ, വർഗീയത, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ. ചോരളിയം ഉൾപ്പെടെ നാടൊട്ടുക്കും ആഘോഷങ്ങൾ നടത്തി. എന്നിട്ടെന്തായി? പുതിയ ബെൻസ് ബസ് വാങ്ങി കക്കൂസും കറങ്ങുന്ന കസേരയും ഒക്കെ ഫിറ്റ് ചെയ്ത് സംസ്ഥാനമൊട്ടുക്കും 1 മാസം ടൂറ് നടത്തി കോടികൾ പിരിച്ചു. തിന്നുതൂറി ആർമാദിച്ചിട്ട് എന്ത് നേടി? ജനങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടായി? ഇവയൊന്നും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ചർച്ചയാകാതെ മാധ്യമങ്ങൾ വളരെയേറെ ശ്രദ്ധിച്ചു. ചർച്ച ചെയ്തത് എന്താണ്? കണ്ട പിമ്പുകളുടെ തേഞ്ഞ ആരോപണങ്ങൾ. കോവി കഞ്ഞിപ്പാത്രം വടിച്ചു നക്കി കുടിച്ചിട്ടും മതി വരാതെ 5 വിരലും നക്കുന്നത്, മാതാവിന് മുക്കുപണ്ടം കിരീടം വെച്ചത്, മന്തപ്പൻ്റെ പിച്ചുമ്പയും പറച്ചിൽ, തൃശ്ശൂർ പൂരത്തിന് ആന ഇത്തവണ പിണ്ടപ്പെട്ടതിൻ്റെ സൈസ് കുറഞ്ഞുപോയി എന്നൊക്കെയാണ്. മാത്രമല്ല, ചൂട് കൂടുന്നേ എന്ന് പറഞ്ഞു സൂര്യനെ പോലും പള്ളു പറഞ്ഞു. 95 ലക്ഷം രൂപയാണ് ഒരു മണ്ഡലത്തിൽ ഇലക്ഷൻ പ്രചരണത്തിന് പരമാവധി മുടക്കാവൂ എന്നിരിക്കെ തിരുവനന്തപുരം, തൃശ്ശൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ 100 കോടി മുതൽ 150 കോടി വരെയാണ് ഇവർ മുടക്കുന്നത്. കള്ളപ്പണം പിടിക്കുവാൻ എന്ന പേരിൽ 24 മണിക്കൂറും സായുധരായ സേനയുടെ അകമ്പടിയോടെ സംസ്ഥാനം മുഴുവൻ പ്രധാന നിരത്തുകളിൽ നേർച്ച പോലെ പരിശോധനകൾ നടത്തുന്നുണ്ട്. അവരുടെ മനസ്സിൽ തോന്നുന്ന വണ്ടികൾ നിർത്താൻ പറയും. ഗൗരവമായി വന്ന് ഡിക്കിയും ഡാഷ്ബോർഡും തുറന്നു കാണിക്കാൻ പറയും.
ഫോട്ടോയും വീഡിയോയും പകർത്തും. എങ്ങോട്ട് പോകുന്നു, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കും. എന്നിട്ട് പൊക്കോളാൻ പറയും. വഴിപാട് തീർന്നു. കള്ളപ്പണം കടത്തുന്നവൻ ഡിക്കിയിലും ഡാഷ്ബോർഡിലും വെച്ചാണോ കടത്തുന്നത്? ഞാനിത് പറയുന്നത് കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് എൻ്റെ വണ്ടി ഒരു 25 പ്രാവശ്യമെങ്കിലും തടഞ്ഞ് ചെക്ക് ചെയ്തു. എല്ലായ്പ്പോഴും ഇതേ പ്രൊസീജിയറാണ് ആവർത്തിച്ചത്. കള്ളപ്പണം കടത്തുന്നവൻ വണ്ടികളിൽ പ്രത്യേക അറയുണ്ടാക്കി അടുക്കുവാൻ അറയ്ക്കുന്ന വണ്ടികളിലെ പണം കടത്തും. മാലിന്യ വണ്ടികൾ, അറവുശാല മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന വണ്ടികൾ, മീൻവണ്ടികൾ, പരിശോധകർ ഇതിൻ്റെ 7 അയൽവക്കത്ത് അടുക്കില്ല. അവർ വണ്ടി നിർത്താനും പറയില്ല. ഇത്തരം അറകൾ കണ്ടുപിടിക്കുവാനുള്ളൊരു സംവിധാനവും നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും കള്ളപ്പണം കണ്ടമാനം ഇറങ്ങിയിട്ടുണ്ട്. അതിനുള്ള ഏറ്റവും നല്ല തെളിവ് ഇന്ന് നടക്കുന്ന കലാശക്കൊട്ട് തന്നെയാണ്. നന്നായി കുത്തിമറിയുവാൻ അറിയാവുന്നവനാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടുന്നത് എന്ന് ആലോചിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.